മഴക്കാലത്തല്ലേ കൊടംപുളി ഉണ്ടാവുക. അപ്പോൾ കൊടംപുളിയുടെ ചോട്ടിൽ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. കൊടംപുളി പറക്കിയെടുക്കുന്ന അതേപോലെ കൊടംപുളി എങ്ങനെയാണ് ഉണക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ കൊടംപുളിയുടെ മരം വളരെ ഉയരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വീഡിയോ എടുക്കുക പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല ഇലകളുണ്ട്, അതിൻ്റെ ഇടയിലാണ് കായകളൊക്കെ നിൽക്കുന്നത്. എന്നാലും എനിക്ക് കിട്ടുന്ന രീതിയിൽ മരത്തിൻ്റെ മുകളിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് കായകളൊക്കെ വീഡിയോയിൽ കാണാനുണ്ട്. അതേപോലെ കൊടംപുളി പഴുത്താൽ താഴെ വീഴാണ്. ആ സമയത്താണ് നമ്മളിത് പറക്കിയെടുക്കാറ്. മുകളിൽ നിന്ന് നമ്മൾ ആരും അങ്ങനെ പൊട്ടിച്ചെടുക്കാറില്ല. നല്ല പഴുത്ത കായാണ് നമുക്ക് പുളി ഉണ്ടാവുള്ളൂ. അതേപോലെ നമുക്കത് ഉണക്കിയെടുക്കാനും പഴുത്ത കായ തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതേ പാകത്തിലുള്ള കായ കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. നല്ല പഴുത്ത് ചീഞ്ഞ കായാണെങ്കിലൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. ഇതേപോലെയുള്ള കായാണ് നമുക്ക് ഉണക്കിയെടുക്കാൻ നല്ലത്. ഈ സമയത്താണ് കൊടംപുളി പഴുത്ത് വീഴൽ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ നമുക്ക് താഴെ വീണ് കിട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാണുന്ന ചെടികൾ കൊടംപുളിയുടേതാണ്. മഴക്കാലത്ത് വീണിട്ട് കായ മുളച്ചിട്ടുണ്ടാവണമെന്ന്. അത് അത്ര പെട്ടെന്നൊന്നും കായ്ക്കില്ല. ഒട്ടു തൈ ആണെങ്കിലാണ് കൊടംപുളി വേഗത്തിൽ കായ്ച്ച് കിട്ടുള്ളൂ. ഈ കൊടംപുളി വലിയ കായ ഉണ്ടാവുന്ന കൊടംപുളിയാണ്. നല്ല ഹൈറ്റുള്ള മരമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാനൊന്നും പറ്റില്ല. താഴെ വീഴുമ്പോൾ മാത്രമാണ് ഇതിൽനിന്ന് കായകൾ കിട്ടുള്ളൂ. നമ്മൾ താഴെ വീഴുന്ന കൊടംപുളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഉണക്കിയെടുക്കാറാണ് സാധാരണ ചെയ്യൽ. വേറെ രീതിയിലൂടെ ഞാൻ കൊടംപുളി ഉണക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ എനിക്ക് കുറച്ച് കുടംപുളിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ അല്ലികളും മാത്രമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ കുടംപുളി ഉണക്കിയെടുക്കാറ്. വേഗത്തിൽ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓരോ അല്ലിയായിട്ട് നമ്മളത് വേർപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ ഈ കൊടംപുളിയുടെ ഉള്ളിലുള്ള കുരുകളും ആ വഴുക്കലൊക്കെ നമ്മൾ നന്നായിട്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഉണക്കുന്നതെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ നമ്മൾ ഈ കൊടംപുളിയുടെ അല്ലികളൊക്കെ ചെറുതായിട്ട് വേർതിരിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം വാർത്തെടുക്കുക. ഈ കൊടംപുളിയുടെ ആ വഴുക്കലൊക്കെ ഒന്ന് പോയി കിട്ടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മീതെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ ആ വഴുക്കൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഒരു പാത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ കൊടംപുളി ഞാൻ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ഉണക്കുന്നത് പോലെയാണ് ഈ കൊടംപുളി ഞാൻ ഉണക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല. ഉണങ്ങിയതിന് ശേഷം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഈ കാണുന്നത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്.
അതിനായിട്ട് ഞാനൊരു കുടംപുളി ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റവിൻ്റെ മീതെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ കട്ട് ചെയ്ത കുടംപുളി ഞാൻ അരിപ്പപാത്രത്തിലാക്കിയിട്ട് സ്റ്റവിൻ്റെ മീതെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവി കയറിക്കോളും. അപ്പോൾ ഈ ആവി ഒന്ന് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടംപുളി സ്റ്റവിൽ നിന്ന് ഇറക്കാവുന്നതാണ്. സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്ക് ഇത് താഴെ ഇറക്കാം. എന്നിട്ട് കുറച്ച് ദിവസം നമ്മളിത് വെയിൽ കിട്ടുന്ന ദിവസം വെയിലത്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ഉണക്കിയെടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഈ കുടംപുളി ഉണക്കിയെടുക്കാൻ പറ്റും. ഈ കുടംപുളി ഉണങ്ങി കിട്ടിയതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. കുടംപുളിനെ കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കുടംപുളിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.